ഫിലിപ്പീൻസിൻ്റെ തലസ്ഥാനമായ മനിലയിൽ സ്ഥിതി ചെയ്യുന്ന കറുത്ത നസ്രായൻ്റെ ബസലിക്ക ദേശീയ തീർത്ഥാടന ദേവാലയമായി ഉയർത്തപ്പെട്ടു. കിയാപ്പോയിലെ ബസലിക്കയ്ക്ക് ഈ പദവി നൽകാൻ ഫിലിപ്പീൻസിലെ മെത്രാൻ സംഘം കഴിഞ്ഞ ജൂലൈയിൽ തീരുമാനമെടുത്തിരുന്നുവെങ്കിലും ഡിസംബർ 14 വരെ ആ വിവരം പുറത്തുവിട്ടിരുന്നില്ല. കോവിഡിന് ശേഷം ഫിലിപ്പീൻസിലെ ജനങ്ങളുടെ ജീവിതം സാധാരണ നിലയിലേക്കെത്തി. കറുത്ത നസ്രായൻ എന്നറിയപ്പെടുന്ന യേശുവിൻ്റെ പ്രശസ്തമായ രൂപവും വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണത്തിൽ ഈ വർഷം 6 ദശലക്ഷത്തോളം വിശ്വാസികൾ പങ്കെടുത്തിരുന്നു. കിയാപ്പോയിലെ തെരുവുകളിലൂടെ ഏകദേശം 3.7 മൈൽ നീളം വരുന്ന ഈ പ്രദക്ഷിണം പൂർത്തിയാകാൻ മണിക്കൂറുകൾ എടുക്കാറുണ്ട്. ഈ മാസം അവസാനം ദേവാലയത്തിന് ദേശീയ തീർത്ഥാടന പദവി ലഭിക്കുന്നതോടെ കറുത്ത നസ്രായൻ്റെ തിരുനാളാഘോഷങ്ങൾ ഇനിയും നീളും. മനിലയിലെ പോപ്പ് പയസ് 12 കാത്തലിക് സെന്ററിൽ നടക്കുന്ന ഫിലിപ്പീൻസ് ബിഷപ്പ് കോൺഫറൻസിൻ്റെ 127ാമത് പ്ലീനറി അസംബ്ലിയോടനുബന്ധിച്ച് ജനുവരി 29 നടക്കുന്ന ചടങ്ങിൽ വെച്ച് കറുത്ത നസ്രായൻ്റെ ദേശീയ തീർത്ഥാടന കേന്ദ്രം എന്നത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. പ്രഖ്യാപനം കഴിയുന്നതോടെ കറുത്ത നസ്രായൻ്റെ മൈനർ ബസലിക്ക ഫിലിപ്പീൻസിലെ 29ാമത് ദേശീയ തീർത്ഥാടന ദേവാലയമായി ഉയർത്തപ്പെടും.